ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മഴയൊക്കെ കൊണ്ട് ഉണ്ടായ കുറച്ച് മാറ്റങ്ങൾ. ഏതാണ്ട് 1.5 മാസമായല്ല, നല്ല മഴയല്ലേ. അപ്പോൾ മഴയത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ചെടികളെല്ലാം തന്നെ മഴയത്ത് തന്നെയാണ്. പിന്നെ പുതിയ 1-2 പേരെയൊക്കെയാണ് ഇടയ്ക്കൊന്ന് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ മാറ്റങ്ങളും അതുപോലെ മഴ കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളതും നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇതിപ്പോ വിരിഞ്ഞ ആളാണേ. ഇതും മഴയത്ത് വെച്ചിട്ട് നല്ല ലീഫിനൊക്കെ കണ്ടില്ലേ, മഞ്ഞച്ച് കൊഴിഞ്ഞൊക്കെ പോണൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഇതിന്റെ ഈ വശത്ത് ഇങ്ങനെ ഒരു ഞങ്ങൾ പോലെയൊക്കെ ഉണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ സാഫ് പോലും തേച്ചില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മഴയത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇത് കണ്ട പുതിയ വേരുകളൊക്കെ വന്നേക്കണത് ആ ഭാഗത്ത് നിന്ന്. കാണില്ലേ, ഇത് പുതിയ വേരുകളാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ പൊക്കി മണ്ണിൽ നിന്ന് പോട്ടിംഗ് മിക്സിൽ നിന്ന് പൊക്കി വെച്ചേക്കാണ്. പക്ഷെ അങ്ങനെ ഒരു ചേഞ്ചസും ഉണ്ടായി. പിന്നെ ഇതിപ്പോ നമ്മുടെ കുറച്ച് പൂക്കളാണ് കേട്ടോ. പൂക്കള് ഉണ്ടാവുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഉണ്ടാവണില്ല, പക്ഷെ എന്നാലും പൂക്കളുണ്ട്. അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. ഇങ്ങനെ പലരും ഷെയ്ഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇല കൊഴിയുന്നു എന്നൊക്കെ പറഞ്ഞ്. ഈ ചെടി അങ്ങനെയാണ്, പെട്ടെന്ന് ഒന്നാമത് കാലാവസ്ഥ ചേഞ്ച് ചെയ്യണതിനനുസരിച്ച് ഒരു സ്ട്രെസ് ഉണ്ടാവും. ഇതിന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് മിക്കവാറും ഇല കൊഴിഞ്ഞ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കോഡക്സിന് ഞങ്ങളുണ്ടോ, അതുപോലെ തന്നെ ഇത് പൂ വിരിഞ്ഞ് ഈ ഭാഗത്ത് നിന്നൊക്കെ പൂ കൊഴിഞ്ഞു പോയിട്ട് അവിടെ നിന്ന് ഒരു ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണത് നല്ലതായിരിക്കും. ഇതൊക്കെ മഴയത്ത് തന്നെ വെച്ചേക്കണ എന്താ, അതിന്റെ കോഡക്സ് ഒക്കെ പറഞ്ഞില്ല, പോട്ടിംഗ് മിക്സിൽ നിന്ന് പൊക്കിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. കോഡക്സ് ഒക്കെ കണ്ട നല്ല വലുതായിട്ട്, കാരണം പ്രശ്നങ്ങളൊന്നും കാണിക്കണില്ല. ഈ രീതിയിൽ വെക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. ഇത് നമ്മുടെ മറ്റേ മൾട്ടിപെറ്റൽ യെല്ലോ, അതും ഇതേപോലെ തന്നെ പോട്ടിംഗ് മിക്സിൽ നിന്നൊക്കെ പൊക്കിയിട്ട് എങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാം അതെ, മിക്കവാറും വലിയ കോഡക്സ് ഉള്ളവരെല്ലാം ഞാൻ ഈ രീതിയിൽ തന്നെ എന്താ വെച്ചേക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പലരും പൂവൊക്കെ ഇടുന്നുണ്ട്. പിന്നെ മഴയത്തിങ്ങട് മറച്ചും മുട്ട് വന്നാൽ തന്നെ പകുതി കൊഴിഞ്ഞൊക്കെ പോവും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്നാലും എൻ്റെ ചെടികളെല്ലാം കണ്ടില്ലേ, എല്ലാം മഴയത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. എല്ലാം ഇങ്ങനെ പോട്ടിംഗ് മിക്സിയിൽ നിന്ന് പൊക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതാ നമ്മുടെ റെഡ് സിംഗിൾ പെറ്റൽ സുന്ദരി. പിന്നെ ഇതാ നമ്മുടെ മഞ്ഞ മൾട്ടി പെറ്റലല്ലേ, ഇതൊക്കെ ഇപ്പം നിറച്ച് എന്താ പറയുക. ഇത് കണ്ട മുട്ടൊക്കെ വന്നേക്കണ നോക്കി, എല്ലാ ഇതിലും നിറച്ച് മുട്ടിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കണേണ്. പക്ഷെ ഈ മഴയുടെ ഇത് കൊണ്ടിട്ടാണ് ആ ഇത്തിരി വ്യത്യാസമൊക്കെ, പെറ്റൽസിലൊക്കെ ഇത്തിരി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നേക്കണത്. ഇതാ കണ്ട ഒരു വിരുന്നുകാരൻ. ഇത് എൻ്റെ ഒരു നാടൻ അടിഞ്ഞതുകൊണ്ടാണ് കേട്ടോ അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തത്. ഇത് അവിടെ നിന്നൊക്കെ തിന്നൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത്. നമ്മുടെ ഒരു അതിഥിയല്ലേ, ഈ വർഷത്തെ ആദ്യത്തെ അതിഥിയാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.